കറുത്ത കാമകണ്ണുകൾ ദീപാങ്കുരങ്ങളാക്കിടണം. കറുത്ത കാമകണ്ണുകൾ ദീപാങ്കുരങ്ങളാക്കണം. തീണ്ടിയ ഔഷധം പുരട്ടിടാൻ തിരുത്തരം നാം വർഗീയ ചിന്തകൾ തുറന്നു മാറ്റിടണം. മനസ്സുള്ളിൽ മാനവികത പൂത്തുലരെ അകവിൽ തകതീർ സുമങ്ങൾ വിടരെ. കേരള യാത്ര ജിന്ദാബാദ്, കേരള യാത്ര ജിന്ദാബാദ്, കേരള യാത്ര ജിന്ദാബാദ്, കേരള യാത്ര ജിന്ദാബാദ്. ശാന്തി സുഗന്ധമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി. വനമോഹത്തിൻ തിമിരമെടുത്തു കളഞ്ഞ ഗുണയനങ്ങൾ സുഖദാഹത്ത മുഖമിലണിഞ്ഞവരഗ്നി കവചങ്ങൾ. വനമോഹത്തിൻ തിമിരമെടുത്തു കളഞ്ഞ ഗുണയനങ്ങൾ സുഖദാഹത്താൽ മുഖമിലണിഞ്ഞവരഗ്നി കവചങ്ങൾ. മണമിലൂതിയ നാടകമാടി തിമിർത്തിടും ചമയം. ഈ യാത്രയുടെ ഭാഗമായി, അതിന്റെ കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ, കേരളത്തിലെ കുട്ടികളിൽ, കൗമാരപ്രായക്കാരിൽ, യുവജനങ്ങളിൽ, സ്ത്രീകളിൽ, പൗരസമൂഹത്തിൽ ഒന്നാകെ മാനവികതയെ സംബന്ധിച്ച്, മാനവിക മൂല്യങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപചയങ്ങളെ സംബന്ധിച്ച്, നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെ സംബന്ധിച്ച്, നമുക്ക് പാഴായിപ്പോയിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബോധവൽക്കരിക്കുന്നതിന് വിപുലമായ കർമ്മ പദ്ധതികൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നാം ആവിഷ്കരിച്ചിട്ടുണ്ട്. 17 ദിവസം കേരളത്തിൽ ഉയർന്ന ശബ്ദം മാനവീയതയുടെ ശബ്ദമാണ്. കേരളീയ സംസ്കാരത്തിന്റെ അടിത്തറ മാനവീയതയാണ്. മനുഷ്യ സ്നേഹം, മനുഷ്യത്വം, സമുദായ സൗഹാർദ്ദം, മതേതരത്വം. നമ്മളെന്നും അഭിമാനിക്കുന്നു കേരളം മതേതരത്വത്തിൽ നമ്മൾ മുന്നിൽ, മതസൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് മാതൃക. ആ വലിയ ആശയമാണ് കേരള യാത്രയിൽ ഉയർന്നു കേട്ടത്. ജനാധിപത്യത്തിന്റെ മുഖമുദ്ര ആശയ പ്രചരണത്തിനുള്ള അവകാശമാണ്. ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടുക. ഈ കേരള യാത്രയുടെ അടിസ്ഥാനപരമായ ഘടകം ആശയപരമായി കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ ഉസ്താദ് ഉയർത്തിയ നൽകിയ ആശയങ്ങളാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് ആശയ പ്രചരണം കൊണ്ടാണ്. ഈ കാലഘട്ടം ആയുധങ്ങളും ബോംബുകളും സംഘർഷങ്ങളും ഒക്കെ നടക്കുന്ന അവസരത്തിൽ അതല്ല നമുക്കാവശ്യം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ആശയപരമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഉന്നയിക്കുന്ന ആശയങ്ങൾ അത്
ഇതിന് മറുപടി നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും ആവശ്യം. ഈ യാത്ര, കേരള യാത്ര ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ആ സാഹചര്യത്തിലാണ്. കേരളം കാതോർത്ത, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്ന ആ മാനുഷികമായ സമീപനം, സമാധാനപരമായ അന്തരീക്ഷം, മതസൗഹാർദ്ദം, അതാണ് ഈ ജാഥയിൽ ഉയർന്നു കേട്ടത്. അതാണ് കേരളീയ സമൂഹം ഈ ജാഥയിൽ ഉയർന്ന മുദ്രാവാക്യത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കിന്ന് ആവശ്യം അതാണ്. സംഘർഷമല്ല, ഏറ്റുമുട്ടലല്ല, ആയുധങ്ങളല്ല, മറിച്ച് പരസ്പര ധാരണയോടെ, പരസ്പര വിശ്വാസത്തോടെ ഒന്നിച്ച് കഴിയാനും ഒന്നിച്ച് ജീവിക്കാനും ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാക്കാനും നമുക്ക് സാധിക്കണം. കേരളീയനായതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കേരളീയനായതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അനാവശ്യമായ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ സമീപനങ്ങൾ കൊണ്ടോ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. രാജ്യത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും നിർവഹിക്കും. രാഷ്ട്രീയ മത ജാതി വർഗ താൽപര്യത്തിന്റെ പേരിൽ നടക്കുന്ന എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളെയും ഞാൻ വെറുക്കുന്നു. പൂർവികർ കൈമാറിയ സാംസ്കാരിക മൂല്യങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും കാത്തുസൂക്ഷിക്കുകയും വരും തലമുറക്ക് വേണ്ടി കരുതി വെക്കുകയും ചെയ്യും. സുസ്ഥിരവും സമാധാനപൂർണവുമായ ഭാവിക്ക് വേണ്ടി പരിശ്രമിക്കുമെന്നും ഞാൻ സർവശക്തന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിവേദനം സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെയും ആദരണീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. കേരളത്തിലെ 3.5 കോടി വരുന്ന ജനത നെഞ്ചോടേറ്റിയിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അഭിവന്യ ഗുരുവിൻ്റെ ഈ മഹായാത്രയിൽ കേരളീയ സമൂഹത്തോട് മുമ്പിൽ വെച്ച വലിയ ഒരു ആശയം. ഗുരു എന്ന പദം സംസ്കൃതമാണ്. 2 പദങ്ങൾ ചേർന്ന് ഏകപദമായി പ്രയോഗിക്കപ്പെടുന്നതാണ്. ഗു എന്നതിന് അന്ധകാരമെന്നും രു എന്നതിന് ആ അന്ധകാരത്തിന്റെ വിഭാടനമെന്നും അർത്ഥമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അന്ധകാരത്തെ നീക്കുക മാത്രമല്ല, ആത്മീയതയുടെ ഭാഷയിൽ പറഞ്ഞാൽ ശൂന്യത സൃഷ്ടിക്കാതെ നീക്കിയ സ്ഥാനത്ത് സനാതനധർമ്മങ്ങളുടെ വെളിച്ചം പ്രകാശം പരത്തുന്ന ഒരു മഹായാത്രയാണ് ഈ കേരളയാത്ര. കേരളം പലതുകൊണ്ടും പ്രത്യേകമാണ്. സർവശക്തൻ നമുക്ക്
ഈ മണ്ണിന്റെ സൗന്ദര്യം പ്രകൃതി വിലാസം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കും. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഉടമകളാകാൻ പോന്ന വലിയ മനസ്സിന്റെ ആളുകളായി നമ്മെ സർവേശ്വൻ അള്ളാഹു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇടക്കാലത്ത് ഈ അവസ്ഥക്കെന്തോ ചെറിയ മാറ്റം സംഭവിക്കുന്നുണ്ട് എന്ന് കേരളത്തിലെ ജനത ഒന്നടങ്കം ആശങ്കിക്കുന്ന സന്ദർഭമാണിത്. സാംസ്കാരികമായ അപജയം നമ്മെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. മനുഷ്യനാണ് പ്രധാന ജീവി എന്ന അടിസ്ഥാന തത്വം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവന്റെ ചിന്താശേഷിയാണ്. വൈകാരിക തലങ്ങളിലെ ഇടപെടലുകൾക്ക് പകരം വിവേകപൂർണമായ നിലപാടുകൾ സ്വീകരിച്ച് വ്യവസ്ഥാപിത രൂപത്തിൽ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിലും ആ സമൂഹത്തിന്റെ കൂടെ സാഹചര്യവും പരിസരവും തനിക്ക് അനുകൂലമാക്കുക വഴി പാരിസ്ഥിതികമായ സംരക്ഷണ ബാധ്യതയും കൂടി ഏറ്റെടുത്തവനും ഏൽപ്പിക്കപ്പെട്ടവനുമാണ് മനുഷ്യൻ. കേരളീയ ജനത പൂർവികർ കാണിച്ചു തന്നതുപോലെ സഹിഷ്ണുതയുള്ളവരായി മാറേണ്ടതുണ്ട്. നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന വികാരം നമ്മുടെ മനസ്സിൽ നിന്ന് പറിച്ചു നടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് സഹിഷ്ണുത എന്ന ശ്രേഷ്ഠമായ വികാരമാണ്. ഈ വികാരം എവിടെ ശക്തി പ്രാപിക്കുന്നുവോ അവിടെ വർഗീയതയും ജാതീയതയും മുളച്ചു വരും. ഈ വിഭാഗീയത എവിടെ ശക്തി പ്രാപിക്കുന്നുവോ അവിടെ സംഘട്ടനങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകും. വർഗീയത വികസിക്കുമ്പോൾ ആധുനിക ലോകത്തെ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും തലത്തിലേക്ക് അത് വളരും. അങ്ങനെ വളരാനും വികസിക്കാനും ഒട്ടും പാടില്ലാത്തതാകുന്നു. എന്തുകൊണ്ട്? മനുഷ്യർ പരസ്പരം തല തല്ലിക്കീറി കലഹിച്ച് ചണ്ട കൂടി നശിക്കേണ്ടവരല്ല. വ്യവസ്ഥാപിതമായ രൂപത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ തന്റേതായ ഇടങ്ങളിൽ നിന്ന് ആരോഗ്യകരമായ നിലപാട് സ്വീകരിച്ച് സമൂഹത്തെ രൂപപ്പെടുത്തേണ്ടുന്ന ബാധ്യതയുള്ളവനാണ്. സംഘർഷത്തിന്റെ വഴി അവർക്ക് സ്വീകരിക്കാൻ പാടില്ല. മതങ്ങൾക്കൊക്കെ അതിൻ്റെതായ ചിഹ്നങ്ങളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. ഓരോരോ ആരാധനാലയത്തിന്റെയും അടുത്തടുത്ത് ഇതര വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ നിലനിൽക്കുന്ന ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥാപിതമായത് കൊടുങ്ങല്ലൂരിലാണ്. ചേരമാൻ മസ്ജിദാണ്. ആ മസ്ജിദിനോടടുത്ത് തന്നെ വളരെ പ്രസിദ്ധമായ ശ്രീ കുറുമ്പ ഭഗവതിയുടെ കൊടുങ്ങല്ലൂരിലെ അമ്പലവും നിലനിൽക്കുന്നുണ്ട്. അമ്പലം ഒരു ഭാഗത്തുണ്ട്, പള്ളി ഒരു ഭാഗത്തുണ്ട്. ശ്രീ പടിയൂരിലെ AD 52 സ്ഥാപിതമായ ക്രിസ്തീയ ക്ഷേത്രം, അമ്പലം, ചർച്ച് അത് നിലനിൽക്കുന്നതും തൃശൂരിലാണ്, ഈ പരിസര പ്രദേശങ്ങളിലാണ്. ഇത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം സാമൂഹ്യവും സാംസ്കാരികവും മതപരവുമായ നമ്മുടെ പൂർവീകരുടെ നിലപാട് നമുക്ക് മാതൃകയാണ്. രാജ്യത്തെയോർത്തും മതത്തെയോർത്തും പിന്നെ പ്രാജ്യരാം നിങ്ങളെ തന്നെയോർത്തും എന്ന് പാടിയ മഹാകവിയെ അനുസ്മരിച്ചുകൊണ്ടും ഈ ആശയതലങ്ങളെ പ്രാവർത്തികമാക്കാൻ പോന്ന മനസ്സിന്റെ ഉടമകളായും വചസ്സിന്റെ ഉടമകളായും പ്രവൃത്തികളുടെ ഉടമകളായും നന്മയോടുള്ള പ്രതിബദ്ധതയുടെ ആളുകളായും നമുക്ക് മാറാൻ സാധിക്കണം. കേരള യാത്ര കാസർഗോഡ് ആരംഭിച്ച് തിരുവനന്തപുരത്തെത്തുമ്പോൾ പോസിറ്റീവായിട്ടുള്ള സന്ദേശമാണ് ഈ യാത്ര നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സംഘർഷഭരിതമായ കേരളീയ സാഹചര്യങ്ങളിൽ പരസ്പരം ആയുധമെടുത്ത ആളുകൾ തമ്മടിക്കാൻ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാനവികതയുടെയും മനുഷ്യ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ യാത്ര കേരള ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ സമൂഹം ഇന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. ഇവിടെ വളർന്നു വരുന്ന സംഘർഷം, വളർന്നു വരുന്ന പരസ്പര ബഹുമാനമില്ലായ്മ, ആരെയും ആക്രമിക്കാനുള്ള പ്രവണത,
ഇതെല്ലാം അവസാനിപ്പിക്കാൻ മാനവികതയുടെ സന്ദേശമാണ് ഇവിടെ ഉയർത്തേണ്ടതായിട്ടുള്ളത്. ഇസ്ലാം മതം മനുഷ്യ സ്നേഹത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റേതുമായ മതമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോകം മുഴുവൻ വിശ്വസാഹോദര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇസ്ലാം മതത്തിന്റെ മഹത്തായ സന്ദേശങ്ങളുമായിട്ടാണ് കാന്തപുരം ഉസ്താദ് കേരള പര്യടനം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായും നാളുകളിൽ ഈ സന്ദേശം 6 മാസത്തെ കർമ്മപരിപാടികളിലൂടെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് എത്തിക്കാനുള്ള തുടർ പരിപാടി ഏറ്റവും ഫലപ്രദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. കേരളീയ സമൂഹത്തിൽ വളർന്നു വരുന്ന വർഗീയതയ്ക്കും തീവ്രവാദത്തിനുമെതിരായി ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയത് കാന്തപുരം ഉസ്താദാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വർഗീയതയും തീവ്രവാദവും കത്തിപ്പടരാൻ നാമ്പ് എടുത്ത സന്ദർഭത്തിൽ, അതിനു വേണ്ടിയിട്ടുള്ള കളമൊരുങ്ങിയ സന്ദർഭത്തിൽ ഈ യാത്രയിലൂടെ മാത്രമല്ല കേരളമൊട്ടാകെ സഞ്ചരിച്ചുകൊണ്ട് മനുഷ്യ സാഹോദര്യത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം കേരളീയ സമൂഹത്തിന് പകർന്നുകൊടുത്ത അദ്ദേഹത്തെ ഈ നാടിനു വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. വളരെ ഏറെ സന്തോഷത്തോടും അതിലേറെ ഒരൽപ്പം അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. CPIMന്റെ ഒരു പ്രതിനിധി എന്ന നിലയിലും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിലും കാന്തപുരം ഉസ്താദിന്റെ അതിമഹത്തായ ഈ കേരള യാത്രയ്ക്ക് സർവ മംഗളങ്ങളും നേരുന്നു. ഈ കേരള യാത്രയിൽ ഉയർത്തിയ സന്ദേശം മറ്റൊന്നുമല്ല, ഈ കാലഘട്ടത്തിന്റെ സന്ദേശമാണ്. ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും മുറുകെ പിടിക്കേണ്ട, ഉയർത്തിപ്പിടിക്കേണ്ട അതിമഹത്തായ സന്ദേശമാണ് ഈ കേരള യാത്രയിൽ അഭിവന്ദ്യനായ കാന്തപുരം ഉസ്താദ് ഇവിടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. മഹാനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനും ഒരു മൃഗമാണ്, എന്നാൽ മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് മാനുഷിക മൂല്യങ്ങളാണ്, മാനവിക മൂല്യങ്ങളാണ് എന്ന് വിശ്വപ്രസിദ്ധനായ ദാർശനികൻ അരിസ്റ്റോട്ടിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അതുതന്നെയാണ് ഈ കേരള യാത്രയിലും ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. മാനവിക മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ, അതാണ് ഇന്ന് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൽ കൂടി, നവോത്ഥാന പ്രസ്ഥാനത്തിൽ കൂടി നാം നേടിയ നേട്ടങ്ങളാണ് ഇന്ന് ചവിട്ടി മെതിക്കപ്പെടുന്നത്. എവിടെയും അനീതിയാണ്, എവിടെയും അസമത്വമാണ്, എവിടെയും അതിക്രമമാണ്, എവിടെയും അഴിമതിയാണ്. ഇന്ന് ഈ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കേരള യാത്ര ഇവിടെ സമാപിക്കുമ്പോൾ ഡൽഹിയിൽ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അഴിമതിയുടെ പേരിൽ ഒരു വലിയ നേതാവ് ജയിലിലടയ്ക്കപ്പെടുകയാണ്. അഴിമതിയുടെ പേരിൽ ആ വിധി പ്രസ്താവിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അവിടെ പറഞ്ഞു, എന്തും നടക്കുന്ന ഒരവസ്ഥ. അതാണല്ലോ ഈ അഴിമതി എന്ന് പറയുന്നത്. എന്തും നടക്കും, അത് അവസാനിപ്പിക്കണം. എന്തും നടക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഈ കേരള യാത്രയിൽ ഉസ്താദ് ഉയർത്തിപ്പിടിച്ച മഹത്തായ മൂല്യമെന്ന് ഞാൻ കരുതുകയാണ്. ഈ സമാപനം ഒരു പുതിയതിന്റെ തുടക്കമാവണം. നമ്മുടെ നാട് ലോകത്ത് കാണുന്ന എല്ലാ മതങ്ങളും ജാതികളുമുള്ളൊരു നാടാണ്.
അത് ഇന്ത്യയുടെ മാത്രം, കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇന്ത്യക്ക് പകരം ഇതുപോലൊരു രാജ്യം ലോകത്ത് വേറെ കാണാനുണ്ടാവില്ല. ആ മതങ്ങളും മതത്തിന്റെ വകഭേദങ്ങളായ ആയിരക്കണക്കിൽ വരുന്ന ജാതികളും ഏകോദര സഹോദരന്മാരെ പോലെ കഴിഞ്ഞിരുന്നൊരു നാടാണിത്. സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി, സ്ഥാപിത താൽപര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി, അധികാരത്തിന്റെ ചവിട്ടുപടികൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ സഹോദരന്മാരായി കഴിയുന്ന മനുഷ്യരിൽ വിഷം കുത്തിവെച്ചുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളേറെയായി ഇവിടെ കൊല്ലും കൊലയും നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ. മഴ പെയ്ത് തോർന്നാലും മരം പെയ്യുന്നത് പോലെ വർഗീയ ലഹളകൾ, അതിനെ തുടർന്നുള്ള സംഘർഷങ്ങൾ തുടരുകയാണിവിടെ. അതൊക്കെ ഏതാനും ചില ആളുകളുടെ താൽപര്യത്തിലാണ് എന്ന് തിരിച്ചറിവാൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മതസൗഹാർദ്ദവും മാനവികതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത്തരം ജനശത്രുക്കളെ വേർതിരിച്ചു കാണാനും ഒറ്റപ്പെടുത്താനും ഒരു പുതിയ ചിന്ത മനുഷ്യനിൽ വളർത്തിക്കൊണ്ടുവരാൻ, പുതിയ പുത്തൻ തലമുറകളിൽ അത്തരം ഒരു ധാരണ വളർത്തിയെടുക്കാൻ തീർച്ചയായും ഈ സന്ദേശയാത്ര ഉപകരിച്ചിട്ടുണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പതിനായിരക്കണക്കായ മുസ്ലിം സഹോദരന്മാരാണ് ഓരോ സ്ഥലങ്ങളിലും അണിനിരുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം സഹോദരന്മാരാണ് ഇവിടെ അണിനിരുന്നത്. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി പേരിൽ ഒരുപാട് അത് പറയുന്ന ആളുകളുണ്ട്. അവരും മനസ്സിലാക്കണം, ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി. ഇതോടുകൂടി നമ്മുടെ നാട്ടിലെ വർഗീയതയും വർഗീയ കലാപങ്ങളും മനുഷ്യരെ കാർന്നു നിന്ന അഴിമതിയടക്കമുള്ള എല്ലാ പ്രശ്നങ്ങളും, ആ ദുർബോധത്തെ ഒരു കുടത്തിലിട്ടടയ്ക്കാൻ ഞങ്ങൾ പ്രാപ്തമാണ് കാന്തപത്തിന്റെ നേതൃത്വത്തിൽ എന്ന് നിങ്ങൾക്ക് ഉറക്കെ പറയാൻ കഴിയുമോ? അത് കഴിഞ്ഞാൽ നമുക്കതിന് നേരിടാൻ കഴിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഞാനും ഞങ്ങളും എപ്പോഴും അതിന്റെ മുൻപന്തിയിലൊപ്പമുണ്ട്. അസ്തമയ സൂര്യന്റെ തേജസ് അടങ്ങുമോ എന്ന് ഭയപ്പെടുമാർ ഇരിക്കുമ്പോൾ കൈകളിൽ മൺചിരാതുകൾ ഏന്തി എണ്ണയൊഴിച്ച് ദീപം കത്തിച്ച് ലോകത്തോട് നാം ഈ സായം സന്ധ്യയിൽ ഒരു സന്ദേശം പറയുന്നു. മനസ്സിന്റെ വികാസം, മാനവികത ഈ സമൂഹത്തിന് അനിവാര്യ ഘടകം. ഈ മഹത്തായ സന്ദേശം കേരള സമൂഹത്തിന്, മലയാളി മനസ്സുകൾക്ക് അവോളം സമ്മാനിച്ചുകൊണ്ട് വലിയ ഒരു യാത്രയുടെ പരിസമാപ്തി കേരള തലസ്ഥാന നഗരിയിൽ, അനന്തപുരിയിൽ ഒരു വലിയ സംഗമമായി കൂടിയിരിക്കുന്നു. ഈ സമൂഹത്തിന് അനിവാര്യമായിരിക്കുന്ന ഒരു മാറ്റം, അതേക്കുറിച്ച് മനസ്സുകളോട് മന്ത്രിക്കുന്ന ഒരു സായം സന്ധ്യ. ഇവിടെ വേർതിരിവുകൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന നാളുകളിൽ മനസ്സുകൾ ഏകയോഗമായി സംയോജിക്കണമെന്ന് സമൂഹത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു സായം സന്ധ്യ. മതത്തിന്റെയും ജാതിയുടെയും സമുദായത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പ്രത്യയ ശാസ്ത്രങ്ങളുടെയും വ്യക്തി താൽപര്യങ്ങളുടെയും ഉപരിയായി കേരള സമൂഹത്തിന് സ്ഥായിയായ രൂപഭാവ സാങ്കത്യമുണ്ടെന്ന് ഈ പൊതുസമൂഹത്തോട് പറയുന്ന ഒരു യാത്രയായി ഞാനിതിനെ കാണുകയാണ്. സർവേശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ആത്മാവിന്റെ പ്രതിഫലനമാണ് ഈ മാനവികത. അത് അറയ്ക്കുവാനാവില്ല.
സർവേശ്വരനെ മറന്ന് ജീവിക്കുവാൻ നമുക്കാവില്ല എന്ന് ഈ ലോകത്തോട് നാം പറയുന്ന ഒരു സന്ദേശമാണ്. ഇവിടെ ഹിന്ദുവെന്നോ ഇസ്ലാം വിശ്വാസിയെന്നോ ക്രൈസ്തവനെന്നോ വ്യത്യാസമില്ലാതെ ദേശത്ത് ഉണർത്തുപാട്ടായി നമുക്ക് സംഗമിക്കുവാൻ കഴിയും. അതിനെതിരെയുള്ള സകല തടസ്സങ്ങളും ദൂരീകരിക്കുവാൻ മനസ്സുകളുടെ ഏകീകരണത്തിന് സാധിക്കും എന്ന ഊഷ്മളമായ സന്ദേശം ഈ സന്ധ്യയിൽ തലസ്ഥാന നഗരിയിൽ നാം പങ്കിട്ട് എടുക്കുകയാണ്. ഇവിടെ വിദേശ ശക്തികൾ അവസാനമായി പറഞ്ഞിട്ടു പോയത് നമ്മെ സംബന്ധിച്ച് അർത്ഥവത്താകരുത്. ഇത് നാട്ടുരാജ്യങ്ങളുടെ രാജ്യം, ഇവർ തമ്മിലടിച്ച് അവസാനിക്കും എന്ന് ചെറിയ സ്വരത്തിൽ പറഞ്ഞു പോയിരിക്കുന്നു എന്ന് നാം കേട്ടിട്ടുണ്ട്. മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ സമുദായങ്ങളുടെ പേരിലോ മഹത്തായ ഈ ഭാരതം, നമ്മുടെ കേരളം നശിക്കുവാൻ പാടില്ല. എന്റെയും നിങ്ങളുടെയും പൂർവ്വപിതാക്കൾ കബറടങ്ങിയിരിക്കുന്ന ഈ മണ്ണിൽ നിന്ന് മാനവികതയുടെ സന്ദേശം ഒരുപോലെ ഉയർത്തുവാൻ നമുക്ക് കഴിയും. ഞാൻ ഭയപ്പെട്ടിരുന്നത് കാലാവസ്ഥയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വളരെ അപ്രതീക്ഷിതമായി വന്നുകൊണ്ടിരുന്ന വേനൽ മഴ ഈ നഗരത്തെയും ഇതിന്റെ മറ്റു പ്രദേശങ്ങളെയും വെള്ളത്തിൽ മുക്കുകയുണ്ടായി. പക്ഷേ രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ പലപ്പോഴും കടന്നുവരുന്ന മഴ ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന ഈ പരിപാടിയെ ബാധിക്കുമോ എന്നായിരുന്നു എന്റെ ഭയം. പക്ഷേ സർവേശ്വരൻ ഇത് നെഞ്ചിലേറ്റെടുക്കുന്ന കാഴ്ചയാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുന്നു. ഇത്ര ആളുകൾ വെളിയിലുമുണ്ടെന്നുള്ള കാര്യം ഇതിനകത്തിരിക്കുന്നവർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വാസ്തവത്തിൽ എന്തോ ഒരു വലിയ മാന്ത്രിക ശക്തി നമ്മുടെ ഉസ്താദിനുണ്ട് എന്നതിന്റെ തെളിവാണ്. ഞാൻ ഇന്ന് രാവിലെ പ്ലെയിൻ ഇറങ്ങി കുറച്ച് ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കേണ്ടവർ ആ പ്ലെയിനിൽ ഉണ്ടായിരുന്നു. വന്നിറങ്ങുമ്പോൾ എന്തൊരു മഴയായിരുന്നെന്നറിയാമോ? ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങിപ്പോകുമെന്ന്. പക്ഷേ എന്താണ് ഉസ്താദ് ഇതിനെ ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടി, അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഏതായാലും ഈ സമ്മേളനം ഒരു കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് കാന്തപുരം ഉസ്താദാണ് എന്ന് തെളിയിക്കുന്ന സമ്മേളനമാണ് ഇവിടെ നടന്ന് കാണുന്നത്. ഇതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഉസ്താദ് ചെയ്യുന്ന അത്രയില്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും ജനസേവനം നടത്താൻ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ ജനസേവനത്തിനുള്ള പിന്തുണയാണ് ഇവിടെ ലഭിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ കാണണം. ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ. 17 ദിവസം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഉഴുത് മറിച്ച് നല്ല മണ്ണ് പാകപ്പെടുത്തിയെടുത്ത് ഇന്ന് ഉസ്താദ് നല്ല വിളവുള്ള ഈ പറയുന്ന മാനവികത ഇവിടെ നട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് വളരും. ഇതിനെ നശിപ്പിക്കാൻ ഒരു കീഴത്തിനും സാധ്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം.
കീടനാശിനി പ്രയോഗിക്കാതെ തന്നെ കീടം നശിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഈ മാനവികത ഈ മണ്ണിൽ വളരും. കാരണം ആ നിൽക്കുന്നത് മുസ്ലിം പള്ളിയാണ്, അതിനെ തൊട്ട് കാണുന്നത് ഹൈന്ദവ ക്ഷേത്രമാണ്, അതിന്റെ മുമ്പിൽ കാണുന്നത് ഒരു ചർച്ചാണ്. ഇത് ഈ മൂന്നിന്റെയും സംഗമമാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷേ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം തിരഞ്ഞെടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഒരു കാര്യം നിങ്ങൾ കാണണം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി ഇവിടെ ജീവിച്ചത്, ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചത് മാനവികീയതയ്ക്ക് വേണ്ടിയായിരുന്നു. അദ്ദേഹം അവസാനം മരണപ്പെടേണ്ടി വന്നത്, അദ്ദേഹത്തിന്റെ ജീവൻ ബലിയർപ്പിക്കപ്പെടേണ്ടി വന്നതും അതിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം നാം കാണണം. തീവ്രവാദം, അതുപോലെ വർഗീയവാദം, അതുപോലുള്ള വാദങ്ങളെല്ലാം തന്നെ ഈ മുസ്ലിമിന്റെ മാത്രമല്ല മനുഷ്യരാശിക്ക് തന്നെ ആപത്താണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഏതായാലും മഹാത്മാഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ആ മുദ്രാവാക്യമാണ് ഇന്നിവിടെ നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിന്റെ നേതൃത്വമാണ് ബഹുമാന്യനായ ഉസ്താദ് ഇന്ന് കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഈ പറയുന്ന ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള വിജയം ഞാൻ ആശംസിക്കുന്നു. ഒരു കാര്യം എനിക്കറിയാം, മതവും രാഷ്ട്രീയവും അത് രണ്ടായി തന്നെ കാണണം. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാ. എന്റെ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. മരിച്ചിട്ട് വല്ലതും കിട്ടണമെങ്കിൽ വേറെ നിങ്ങൾ ഏർപ്പാട് ചെയ്യണം. അതൊക്കെ ഉസ്താദും കൂട്ടരും ചെയ്യുന്നതാ. ഞങ്ങൾ ഇഹലോകത്തിലെ കാര്യത്തിന് ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മരിച്ചു എന്നാൽ സ്വർഗം നൽകാനുള്ള അധികാരമൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു സമുദായ പ്രസ്ഥാനത്തിനും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. എന്ന് മാത്രമല്ല, ഈയിടെ എന്നെ പുറത്താക്കി ഇസ്ലാം മതത്തുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു മതസംഘടന എന്നെ പുറത്താക്കി. ഞാൻ പണ്ടും അവരെ കൂടെ ഇല്ല, പിന്നെ ഇപ്പൊ പുറത്താക്കണ്ടേ അവരെയൊന്നും. ഞാൻ എന്നും ഒരു മുസ്ലിമാണ്. ഒരുപാട് യാത്രകൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ആ യാത്രകളൊക്കെ പൊതുയോഗങ്ങളോടുകൂടെ തിരുവനന്തപുരത്ത് സമാപിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ യാത്രയ്ക്കുണ്ടായിരുന്ന ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്, ഓരോ പ്രസ്ഥാനങ്ങളും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള യാത്രകളായി. പക്ഷെ ആ യാത്രകളിൽ ആ പ്രസ്ഥാനത്തിനോട് എതിരെ അഭിപ്രായമുള്ളവരെ വിമർശിച്ചുകൊണ്ടുള്ള യാത്രകളായി. എന്നാൽ ഉസ്താദിന്റെ യാത്രയിൽ ഒരാളെ പോലും അദ്ദേഹം വിമർശിച്ചിട്ടില്ല, ഒരാളെ പോലും അദ്ദേഹം നോവിച്ചിട്ടില്ല. മുഴുവൻ ഒരേ മുദ്രാവാക്യമായിരുന്നു, ഈ സമൂഹത്തിലുള്ള ഓരോ പൗരനും പരസ്പരം സ്നേഹിക്കണം, വിശ്വസിക്കണം എന്നുള്ള മഹത്തായ ആശയമാണ് കഴിഞ്ഞ 17 ദിവസങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് മുഴങ്ങിക്കേട്ടത്. ഇവിടെ ഈ പ്രതിജ്ഞ ഉസ്താദ് ഇവിടെ ചൊല്ലി തന്ന പ്രതിജ്ഞയും അതേ ആശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ്. ഏതായാലും ഇനി ഒരു കാര്യം വ്യക്തമാണ്, ഇനി ഉസ്താദിനെ ഒരു തീവ്രവാദിയായി ചിത്രീകരിക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ ഈ മഹത്തായ സന്ദേശം ഈ സമൂഹം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഒരു ഭാഗത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അഴിമതി പൊടിയൂട്ടി വാഴുന്നു, മറുഭാഗത്ത് മദ്യത്തിന്റെ അമിതമായ ഉപയോഗം മൂലം മനുഷ്യന് നന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിതാവിന്റെ കൈകളിൽ പുത്രിമാർ പോലും സുരക്ഷിതമല്ലാത്ത ഒരു ഭീകരത നിറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് ശാന്തിയുടെയും ദൈവത്തിന്റെയും സന്ദേശമായിട്ടുള്ള ഈ യാത്ര
ഒരു സ്ഥാനമാനം ആഗ്രഹിച്ചുള്ള യാത്രയല്ല. 5-ാമത്തെയോ 6-ാമത്തെയോ സ്ഥാനത്തിനു വേണ്ടിയുള്ള യാത്രയല്ല. മറിച്ച് ഈ സമൂഹത്തിൽ നമ്മളെല്ലാം ഒരുപോലെ ദൈവത്തിനെ വിശ്വസിച്ചുകൊണ്ട് മാനവികതയെ പുണർന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങണം എന്ന് പറയുന്ന യാത്രയാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വർഗീയ സംഘർഷമുണ്ടായി. കോഴിക്കോട് ജില്ലയിലെ മാറാട്. ആ വർഗീയ സംഘർഷം ഉണ്ടായപ്പോൾ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കണം, ആ കുറ്റവാളി ജനിച്ച മതത്തിനെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. എന്നെ പോലും ചിലർ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി കൂടെ നിന്നുകൊണ്ട് കുത്തുമ്പോൾ ഉസ്താദിനെ പോലവർ അവരൊക്കെ എന്നും എനിക്ക് നൽകിയ സ്നേഹത്തിനെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുക. കാരണം ചില സന്ദർഭങ്ങളിൽ ഞാൻ മത്സരിച്ച സമയത്ത് ഉസ്താദിനെ ചിലപ്പോൾ സഹായിച്ചിട്ടുമുണ്ട്, ചിലപ്പോൾ തിരിച്ചും പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊരിക്കലും എന്നോടുള്ള സ്നേഹക്കുറവുണ്ടായിരുന്നില്ല. അതൊക്കെ ചില ആശയങ്ങളിൽ അദ്ദേഹം ഊന്നി നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ചിലരുടെ ആശയങ്ങളോടുള്ള എതിരഭിപ്രായം കൊണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും വ്യക്തിപരമായി എന്നെ വിളിച്ച് ഉപദേശിക്കാനും പോകേണ്ട മാർഗങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനും ഉസ്താദ് അന്നും ഇന്നും ശ്രമിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ എന്നും അദ്ദേഹത്തിനോട് കടപ്പെട്ടുക. എന്നാൽ ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട്. ഇനി ഉസ്താദിനെ പറ്റി നല്ല കാര്യങ്ങളൊക്കെ ധൈര്യത്തോടെ പറയാവുന്ന ഒരന്തരീക്ഷം തന്നെ എനിക്ക് സർവശക്തൻ ഒരുക്കി തന്നിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടെ. അപ്പൊ ഈ കാര്യങ്ങൾ പറയുന്ന ആര്യാറിനൊക്കെ നേരത്തെ പറയുന്നതാണ്, പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു സന്ദർഭം ഇപ്പോഴാണ് കിട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ യാത്ര ഇവിടം കൊണ്ട് അവസാനിപ്പിക്കരുത്. പിന്നെ ഉസ്താദിനൊരു കാര്യമുണ്ട്, ഉസ്താദിനെ തലേ ദിവസം വരെ കുറ്റം പറഞ്ഞാലും ഇലക്ഷന്റെ സമയമാകുമ്പോൾ ഉസ്താദിനെ വന്നൊന്ന് കണ്ണീര് കാണിച്ചാൽ അപ്പൊ ഉസ്താദ് ഒന്ന് മാറുന്നൊരു സ്വഭാവം. പക്ഷേ അതുകൊണ്ട് എന്താ ഉണ്ടാവാതെ പിന്നീട് ഇലക്ഷൻ കഴിയുമ്പോൾ ഉസ്താദ് മനസ്സിലാക്കാറുമുണ്ട്. ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന ചില സൂചനകളാണ്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമായതുകൊണ്ടാണ് ആരും എന്ത് ചെയ്തിട്ട് കേൾക്കാത്തത്. ഇനിയും ആരോഗ്യത്തോടുകൂടെ ഈ സമൂഹത്തിൽ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ യുക്തമാകാൻ ഇനിയും ഉസ്താദിന് സർവശക്തൻ ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമായ കാലം തൊട്ട് ഇന്നേ വരെ സംസ്ഥ ഉയർത്തിപ്പിടിച്ച സന്ദേശം തന്നെ മാനവികതയാണ്. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലകൊള്ളുന്നത് ഇസ്ലാം എന്തൊരാശയമാണോ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അത് ഇവിടെ ഉയർത്തിക്കാണിക്കാനും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ബോധവൽക്കരിക്കാനും വേണ്ടിയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു പോകുന്നത് ധാരാളം നല്ല നല്ല കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ ഭൗതികമായ താൽപര്യങ്ങളോ രാഷ്ട്രീയമായ വേർതിരിവുകളോ അതിലൊന്നും ഇടപെടാതെ മനുഷ്യന് ഗുണമായിട്ടുള്ള മേഖലകൾ ഏതൊക്കെയുണ്ടോ അവിടെയെല്ലാം നല്ല ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച ധാരാളം പ്രവർത്തനങ്ങൾ. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഈ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ പോഷക സംഘടനകളും വിവിധ സംഘടനകൾ നമുക്കറിയാം. ബഹുജനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുന്നി യുവജന സംഘം, സമസ്ത കേരള സുന്നി യുവജന സംഘം SYS എന്ന പോലെ തന്നെ വിദ്യാർത്ഥി സംഘടന, ആ സ്നേഹസംഘം ഇവിടെ നാം കാണുന്ന അവർ SSF സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിൽ പ്രവർത്തിക്കുന്നവരാണ്. ഗാന്ധിജി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒരവസരത്തിൽ പറഞ്ഞു,
ഞാൻ എൻ്റെ നാടിൻ്റെ വാതായനങ്ങൾ ഞാൻ തന്നുകൊടുക്കും. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വീശുന്ന കാറ്റ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കട്ടെ. എന്നിട്ട് ഗാന്ധിജി പറഞ്ഞു, ഒരു കാര്യം നിശ്ചയമാണ്, എൻ്റെ വീടിൻ്റെ അടിത്തറ ഇളക്കാൻ ഒരു കാറ്റിനെയും സമ്മതിക്കില്ല എന്ന് ഗാന്ധിജി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പറഞ്ഞു. ഈ മഹാസംഗമം കാണുമ്പോൾ നമ്മുടെ ആദരണീയനായ കാന്തപുരം ഉസ്താദ് നയിച്ച ഈ മഹാസംഗമം ഇന്നിവിടെ സമാപിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു താക്കീത്, ഉസ്താദിന്റെ ഭാഷയല്ലത്, അദ്ദേഹം സ്നേഹത്തിന്റെ ഭാഷയാണ്. ഒരു ശക്തിയെയും നമ്മുടെ നാടിന്റെയും നമ്മുടെ വീടിന്റെയും അടിത്തറ ഇളക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ അനന്തപുരി ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. അതും ഏതു കാലഘട്ടത്തിലാണെന്ന് നമ്മൾ അറിയണം. ഓരോ മേഖലയിൽ മനുഷ്യബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യബന്ധങ്ങൾ ശക്തമാക്കാൻ, ആ മനുഷ്യബന്ധങ്ങൾ ശക്തമാക്കിയാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ മനുഷ്യ നന്മയുണ്ടാകുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാട്ടിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നാട്ടിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനകൾ, നാട്ടിൽ പ്രവർത്തിക്കുന്ന സാമുദായിക നേതാക്കന്മാർ ജാതിയും മതവും എല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ യാത്രയാണ് ഇത് എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമ്മുടെ രാജ്യം ഒട്ടേറെ കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു ഉണർത്തുപാട്ടിന്റെ ഈരടികൾ ഉരുവിട്ടുകൊണ്ടാണ് ഉസ്താദ് ഈ 18ാമത് ദിവസം എല്ലാം കൊണ്ടും നന്മ ഏറിയ ഈ അനന്തപുരിയുടെ പിരിമാറിലേക്ക് എത്തിയിരിക്കുന്നത്. അനന്തപുരി നിവാസികളായ ഞങ്ങൾ രണ്ട് കൈയും നീട്ടി ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇവിടെ എത്തിയ ഉസ്താദിനെയും നിങ്ങളെയും ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുന്നു. നമ്മുടെ രാജ്യം വിഘടനവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. മാനവികതയെ ഉണർത്തുന്നു, അല്ലെങ്കിൽ ഉണർത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ നടത്തി നോക്കട്ടെ, അത് കാണൂല. അത് കാണുന്ന കൈയൊന്നും കാണൂല. ഏതായാലും ഈ പ്രമേയത്തിന്റെ മഹത്വം അൽഹംദുലില്ലാഹ് എല്ലാവരും ഏറ്റെടുത്തു, എല്ലാവരും സ്വീകരിച്ചു. പിന്നെ ആരെങ്കിലും ഒറ്റപ്പെട്ടവർ അതിൽ സംബന്ധിച്ചിട്ടില്ലെങ്കിൽ, സഹകരിച്ചിട്ടില്ലെങ്കിൽ അവർ ചിന്തിക്കട്ടെ, അവർ ജനങ്ങളിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നവർ ചിന്തിക്കുകയും അവരുടെ ചിന്ത നന്നാക്കിക്കൊണ്ട് ഭാവിയിലെങ്കിലും ഇതുപോലുള്ള നല്ല കാര്യത്തിൽ സഹകരിക്കാൻ അവർ ശ്രമിക്കട്ടെ എന്ന് പറയുകയല്ലാതെ നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക. ഞങ്ങൾ ഗവൺമെന്റിനോട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ മുഖ്യമായും ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞതും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നതും നമ്മുടെ കേരളം മദ്യമുക്ത കേരളമാവണം, മദ്യം ഉപയോഗിക്കാത്ത കേരളമാവണം. എന്താണ് നടക്കില്ലേ? നടക്കും. സാക്ഷര കേരളം എന്ന ഒരു സ്വപ്നം കാണുകയും ഗവൺമെന്റ് അതിനൊരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഒന്നായി അതിനെ സ്വീകരിച്ചതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ കേരളത്തിന് സാക്ഷരത കൈവരിക്കാൻ സാധിച്ചില്ലേ? എന്നാൽ സാക്ഷരത, അക്ഷരത്തിന്റെ സാക്ഷരത ഉണ്ടായതുകൊണ്ട് മാത്രം ഇവിടെ പ്രയോജനമില്ല.
മനുഷ്യന്റെ ആത്മാവും മനുഷ്യന്റെ ബുദ്ധിയും ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെടണം. മദ്യപാനത്തിലൂടെ, ലഹരിയിലൂടെ മനുഷ്യന്റെ ബുദ്ധി നഷ്ടപ്പെടുകയാണ്, മനുഷ്യന്റെ മനുഷ്യത്വം നഷ്ടപ്പെടുകയാണ്. ചെറുപ്പക്കാരാരെങ്കിലും അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ പോയവരാണ് എന്നല്ലാതെ അവർ ലഹരിയുടെ വാദികളാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ലഹരി നിർത്തണമെന്ന് പറയുന്നവരോട് അവർ എതിർക്കുമെന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ആരെങ്കിലും അങ്ങനെ ഉപയോഗിച്ചു പോകുന്നുവെങ്കിൽ തീർച്ചയായും അവർ സാഹചര്യത്തിന്റെ വെളിച്ചത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും പ്രതിജ്ഞയെടുത്ത, നാം നേരത്തെ എടുത്ത പ്രതിജ്ഞയുടെ പൊതുവായ പ്രതിജ്ഞയുടെ കൂട്ടത്തിലുള്ളതാണ് തിന്മക്കെതിരായി നാം എപ്പോഴും ഒന്നിക്കുമെന്ന പ്രതിജ്ഞ. ആ പ്രതിജ്ഞയിൽപ്പെട്ടതാണ് മദ്യപാനം, ലഹരി സാധനം ഉപയോഗിക്കുന്നത് നിർമ്മാർജ്ജനം ചെയ്യൽ. ഇൻഷാ അല്ലാഹ് ഗവൺമെന്റിനെ ഞങ്ങളതിൽ നിർബന്ധിക്കും, ഞങ്ങൾ ആവശ്യപ്പെടും. ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഈ മദ്യം വിൽക്കുന്നതിലൂടെ കോടികൾ ഉണ്ടാകുന്നു എന്ന നോട്ടമാണ് ഗവൺമെന്റിന് ഉണ്ടാകാറുള്ളത്. പക്ഷേ 10 കോടി ലഭിക്കുന്നുവെങ്കിൽ 20 കോടി അതുകൊണ്ട് ചെലവായി പോകുന്നു എന്നത് ആരും ചിന്തിക്കാറില്ല. കാൻസർ രോഗികൾ വർദ്ധിക്കുന്നു, കിഡ്നി നഷ്ടപ്പെട്ടവർ വർദ്ധിക്കുന്നു, മറ്റനേകം രോഗങ്ങൾ വർദ്ധിക്കുന്നു. മദ്യനിർമ്മാണശാലയിൽ മരിച്ചു പോകുന്നവരുടെ എണ്ണം, അവർക്ക് നഷ്ടപരിഹാരം, അങ്ങനെ നോക്കിയാൽ 10 കോടി ലഭിക്കുന്നുവെങ്കിൽ 20-25 കോടി രൂപ അതിന്റെ പേരിൽ നഷ്ടം വരികയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ഇവിടെ മദ്യമുക്തമാക്കാൻ എല്ലാ ആളുകളും, പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എല്ലാം ചേർന്നുകൊണ്ട്, ഇവിടുത്തെ പണ്ഡിതരും പാമരനും എല്ലാവരും ഒത്തുചേർന്ന് ഇവിടെ നമ്മുടെ നാട് നല്ലൊരു നാടാക്കി തീർക്കാൻ നാം ഉത്സാഹിക്കണം. ലാ തശറബുൽ ഖംറ ഫഇന്ന ശുർബൽ ഖംറി റഅസു കുല്ലി ഫാഹിഷ. നിങ്ങൾ കള്ളുകുടിക്കരുതേ, കള്ളുകുടി എല്ലാ നീചനികൃഷ്ടമായ പ്രവർത്തനത്തിന്റെയും ഉത്ഭവമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കള്ളുകുടി നിർമ്മാർജ്ജനം നമ്മുടെ ലക്ഷ്യമാണ്. ഞങ്ങൾ ഇന്നതോടുകൂടി ഈ യാത്ര കഴിഞ്ഞ് നിർത്തുകയല്ല, ഇൻഷാ അല്ലാഹ് നിരന്തരമായ പ്രവർത്തനം ഇവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഈ നാട് നന്നാക്കിയെടുക്കുന്നതിന് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യും. പുകവലി, എന്റെ ചെറുപ്പത്തിൽ ഒരു കല്യാണ സദ്യയുണ്ടെങ്കിൽ സിഗരറ്റും ബീഡിയും ഒന്നായിട്ട് ഇങ്ങനെ പാത്രത്തിലിട്ട് വെക്കലായിരുന്നു. ഇന്ന് അതൊക്കെ എടുക്കപ്പെട്ടു പോയി. പുകവലിക്കുന്നവർ 95% ഇല്ലാതെയായി, 5% 2% കുറഞ്ഞു. നാം പരിശ്രമിച്ചാൽ നടക്കും. നമ്മുടെ SSFന്റെ വിദ്യാർത്ഥികൾ പല പ്രാവശ്യം ഈ പുകവലിക്കെതിരായ പ്രവർത്തനം നടത്തുകയും ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും എല്ലാം ചെയ്തത് ഇവിടെ എല്ലാവരും അറിയാം. അങ്ങനെ നാം ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പക്ഷം നമുക്കത് സാധിക്കും. അഴിമതിയും അതുപോലുള്ള സംഭവങ്ങളും ഇന്ന് നിത്യത്തൊഴിലായിരിക്കുകയാണ്. മനുഷ്യർക്കിടയിൽ കൃപയില്ല, സ്നേഹമില്ല. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. 2 ദിവസം മുമ്പ് നിങ്ങൾ സിറാജ് വായിച്ചിട്ടുണ്ടാകും. ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്ന്, ഭർത്താവ് എവിടെയോ പോയി, ജയിലിലായി പോയി. 1 വയസ്സായ കുട്ടിയും 2.5 വയസ്സായ മറ്റൊരു കുട്ടിയും, ആ 2 കുട്ടികളെയും ഏറ്റെടുക്കാൻ ആളില്ലാതെ അവസാനം ഞങ്ങൾ മർക്കസ് സഖാഫത്തി സുന്നിയ ആ 2 കുട്ടികളെയും ഏറ്റെടുത്തുകൊണ്ട് വയനാട്ടിലെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ഇപ്പോൾ വളർത്തുകയാണ്.
അങ്ങനെ സ്വന്തം ഭാര്യയെ കുത്തിക്കൊല്ലുന്നവർ, ഭർത്താവിന് മരുന്ന് കൊടുത്ത് കൊല്ലുന്നവർ, സ്വന്തം മക്കളെ പെൺകുഞ്ഞായതിന്റെ പേരിൽ കൊല്ലുന്നവർ, ഇങ്ങനെ ധാരാളം അധാർമികമായ പ്രവർത്തനം ഇവിടെ വളർന്നു വരികയാണ്. അരാജകത്വം വളർന്നു വരികയാണ്. ഇതിനെതിരായി നാം ഒന്നിക്കണം, നാം പ്രവർത്തിക്കണം. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഈ കേരളയാത്ര നടത്തിയത് നിങ്ങൾക്കൊരു രാഷ്ട്രീയ സംഘടന രൂപീകരിക്കാനാണോ എന്ന് ചിലരൊക്കെ സംശയം ചോദിച്ചു. വ്യക്തമായി പറയുന്നു, ഞങ്ങൾ രാഷ്ട്രീയ സംഘടന രൂപീകരിക്കാൻ അല്ല. മാത്രമല്ല, കുറെ കാലം മതസംഘടനയായി നടന്ന് അവസാനം അതൊരു രാഷ്ട്രീയ സംഘടനയായി രൂപപ്പെടുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പുമാണ്. അതാണ് ഇവിടെ ചിലപ്പോൾ വരുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു വീക്ഷണം ഇല്ലാത്തവരാണ് എന്നാരും തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾക്ക് ഈ കാണുന്ന സ്നേഹ സംഘം 25,000, അതുപോലെ മറ്റ് ലക്ഷങ്ങൾ ഞങ്ങളുടെ ആക്റ്റീവ് പ്രവർത്തകർ, SYS-ന്റെയും SSF-ന്റെയും പ്രവർത്തകർ, സാധാരണക്കാർ, അവർക്ക് രാഷ്ട്രീയമായ ചിന്താഗതി എങ്ങനെ വേണമെന്ന് ശരിയായ നിലക്ക് ഞങ്ങൾ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതിനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്. അതാണ് രാഷ്ട്രീയം, ഞങ്ങളുടെ രാഷ്ട്രീയം. രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും ആരും അർത്ഥം വെക്കണ്ട ഇവിടെ രാഷ്ട്രീയം രൂപീകരിക്കുമെന്ന്. അങ്ങനെ രാഷ്ട്രീയം രൂപീകരിക്കാതെ തന്നെ ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ ഇവിടെ നടപ്പിൽ വരുത്തും. രാഷ്ട്രീയം അങ്ങോട്ട് പോയി എന്തു ആവാം എന്ന് ആ തോന്നലാർക്കും വേണം. രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുമാവാം, ഇവരെ നമുക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന് ആരും ധരിക്കണ്ട. ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ നയമുണ്ട്, വ്യക്തമായ രീതിയുണ്ട്, വ്യക്തമായ ശൈലിയുണ്ട്. അത് ശരിക്കും പഠിച്ചിട്ടുള്ളവരാണ് നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ എന്ന് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഒരു ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയല്ല ഈ യാത്ര നടത്തിയത്, രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയല്ല ഈ യാത്ര നടത്തിയത്, ഏതെങ്കിലും ഒരു കക്ഷിയെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയല്ല, മറ്റൊരു കക്ഷിയെ ഇറക്കാൻ വേണ്ടിയല്ല. ഞങ്ങൾക്ക് അങ്ങനെയുള്ള യാതൊരു ലക്ഷ്യവും ഞങ്ങളുടെ ഈ യാത്രയിൽ ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഒടുവിലായി എന്റെ സഹോദരങ്ങളോട് ഒറ്റ വാക്ക് പറയാനുള്ളത്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ സൂറത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, കേരളത്തിന്റെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നടന്നപ്പോൾ 10,000-കണക്കായ ആളുകൾ നമ്മളെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ, എന്നെ മിതമായും അമിതമായും പല ആളുകളും പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ, എന്നല്ല തിരുവനന്തപുരത്ത് ഈ ചന്ദ്രശേഖരനായ സ്റ്റേഡിയം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇതിന്റെ 4 ഇരട്ടി ഈ ടൗണിന്റെ പരിസരം മുഴുവനും, തിരുവനന്തപുരം മുഴുവനും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സർവശക്തനായ അല്ലാഹുവിന്റെ തൗഫീഖ് മാത്രമാണ്.
അവന്റെ സഹായം മാത്രമാണ് എന്ന് നമ്മളെല്ലാവരും കരുതണം. ഒരു അണുവളവ് അഹങ്കാരവും ധിക്കാരവും മക്കളെ നിങ്ങളെ കൽബിൽ വന്നു പോകരുത് കേട്ടോ. എന്റെയും നിങ്ങളുടെയും ആരുടെ കൽബിലും ഒരണുമണി പോലും ധിക്കാരം വന്നു പോകണ്ട. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. വഴിമധ്യേ വെച്ച് ബസ്സിന് അടിച്ചവരും ബസ്സിന് കുത്തിയവരും കാറ്റൊഴിക്കാൻ ശ്രമിച്ചവരും അതുപോലെ മറ്റ് അക്രമങ്ങൾ ചെയ്യാൻ മുതിർന്നവരുമൊക്കെ ഉണ്ടായി. ഞങ്ങളെ കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ പ്രതികരിക്കരുത്, ഒരിക്കലും പ്രതികരിക്കരുത്. ഇവിടെ ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നാട്ടിൽ തിരിച്ചു ചെന്ന് പ്രതികാരം വിട്ടരുത്. ഇൻഷാ അല്ലാഹ് അതിനെല്ലാം സ്വയം പ്രതികാരവും പരിഹാരവും അല്ലാഹു തആല ഉണ്ടാക്കി തന്നെ ചെയ്യും. നിങ്ങൾക്ക് സംശയം വേണ്ട. നിങ്ങളെ ഈമാനോടുകൂടി, നിങ്ങളെ യഖീനോടുകൂടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു, അല്ലാഹു തആല ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ സഹായവും അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള വല്ല വിശാലതയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ وَرَأَيْتَ النَّاسَ يَدْخُلُونَ فِي دِينِ اللَّهِ أَفْوَاجًا, അല്ലാഹുവിന്റെ ദീനിലേക്ക് ഇതുപോലുള്ള സംഭവങ്ങളിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ, ധാരാളം ആളുകൾ തടിച്ചു കൂടുന്നത് കണ്ടാൽ അവിടെ അടിച്ചു പോകല്ലേ, അഹങ്കരിച്ചു പോകല്ലേ. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കുക, അല്ലാഹുവിനെ സ്തുതിക്കുക, അല്ലാഹുവിന് തസ്ബീഹ് ചെല്ലുക, തഹ്മീദ് ചെയ്യുക, തഅലീം ചെയ്യുക, തംജീദ്, തഹ്മീദ്, തംജീദ്, തഅലീം, തക്ബീർ, തഹ്ലീൽ, ഇസ്തിഗ്ഫാർ. ഇതാണ് അല്ലാഹു ചെയ്ത നിഅമത്തിന് നാം ചെയ്യേണ്ടത് എന്ന് എന്റെ സഹോദരങ്ങളോട് ഉണർത്തട്ടെ.